ഏറ്റവും നീചവും നികൃഷ്ടവുമായ വസ്തുതയാണ് മദ്യം കഴിക്കലെന്ന് ഇസ്ലാം പഠിപ്പിച്ചപ്പോൾ അത് സ്വീകരിച്ചവരാണ് മുസ്ലിം സമുദായം. അത് സ്വീകരിച്ചവരാണ് എൻ്റെ SSFന്റെ വിദ്യാർത്ഥികൾ. അതാണ് നാം കോളേജുകളിൽ നടപ്പാക്കുന്നത്. മറ്റ് കോളേജുകളിലും ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അത്തരം നീചനികൃഷ്ട പ്രവർത്തനങ്ങളുമുണ്ടെങ്കിൽ ഉപദേശത്തിലൂടെ നല്ല ക്രമത്തിലൂടെ ആ കുട്ടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരെ നന്നാക്കിയെടുക്കുകയും ചെയ്യുന്ന ചുമതലയാണ് നമ്മുടെ SSFന്റെ വിദ്യാർത്ഥികൾ ചെയ്യുന്നത്. അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ജിഹാദുക ലിനഫ്സിക, നിന്റെ ശരീരത്തോട് നീ സമരം ചെയ്യുക. അതാണ് നമ്മുടെ സമരം. ആ സമരത്തിന് വേണ്ടി നാം ഇവിടെ പ്രവർത്തിക്കുന്നു, അതിനു വേണ്ടി അധ്വാനിക്കുന്നു. ആകയാൽ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട്, SSFകാരോട് പ്രത്യേകിച്ചും അല്ലാത്തവരോട് പൊതുവിലും പറയാനുള്ളത്, ഇന്ന് ലോകം അങ്ങേയറ്റം മലീമസമായി കൊണ്ടിരിക്കുന്ന സമയം. നിങ്ങൾ നോക്കൂ, യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്താണ് അല്പമെങ്കിലും സമാധാനമുള്ളത്. നാം അമേരിക്കയിലേക്ക് നോക്കിയാൽ കുഴപ്പം, അതുപോലെ സിറിയയിൽ കുഴപ്പം, ബഗ്ദാദിൽ ഇന്നലെയും അതാ ടെലിവിഷനിലൂടെ വിവരങ്ങൾ അറിയിക്കുന്നു, ബഗ്ദാദിൽ ഏറ്റവും വലിയ കലാപം നടക്കുന്നു. സുന്നികളെ കൊന്നൊടുക്കുന്ന കലാപമാണ് അവിടെ നടക്കുന്നത്. നമ്മുടെ സമ്മേളനത്തിൽ സംബന്ധിക്കാമെന്ന് സംബന്ധിച്ചിരുന്ന ബഗ്ദാദിലെ ചീഫ് മുഫ്തി എന്നെ വിളിച്ചിട്ട് പറയുന്നു, പൊന്നു സുഹൃത്തെ, ബഗ്ദാദിൽ നിന്ന് പുറത്തുപോയി കൂടാ, ഈ സമയം വളരെ ഗൗരവമാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ കൊന്നൊടുക്കാൻ ശ്രമിക്കുന്ന സമയമാണ്. നിങ്ങൾ ദുആ ചെയ്യണമെന്ന് അദ്ദേഹം കണ്ണുനീര് വാർത്തുകൊണ്ട് എന്നോട് ടെലിഫോണിലൂടെ പറയുകയുണ്ടായി. പ്രിയപ്പെട്ട യുവാക്കളെ, അങ്ങനെ സുന്നത്ത് ജമാഅത്തിനെ കൊന്നൊടുക്കുന്ന നാടുകളും രാജ്യങ്ങളുമാണ് നാം കേൾക്കുന്നത്. കള്ളുകുടിയന്മാരും മദ്യപാനികളും വർദ്ധിക്കുന്ന നാടുകളാണ് നാം കേൾക്കുന്നത്. ആ സമയത്ത് നാം എല്ലാവരും അതിൽ നിന്ന് മുക്തരായി നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്നതിൽ വളരെ പ്രാധാന്യം കൽപ്പിക്കണം. രാജ്യത്ത് മതമൈത്രിയും മതസൗഹാർദ്ദവും നിലനിർത്തുന്നതിന് ഏറ്റവും മുൻപന്തിയിൽ SSFകാരും SYSകാരും ആവണം. അവരാണ് ഇവിടെ മാതൃകയാവേണ്ടത്. അവർ മതസൗഹാർദ്ദം നിലനിർത്തണം, മതമൈത്രി നിലനിർത്തണം. രാഷ്ട്രീയക്കാർ തമ്മിലടിക്കുമ്പോൾ ആ തമ്മിലടി ഇല്ലാതെയാക്കി ഇവിടെ സാമുദായിക സൗഹാർദ്ദമുണ്ടാക്കാൻ നമ്മളാണ് ശ്രമിക്കേണ്ടത്. കുത്തകയുമായി വരുമ്പോൾ ഇവിടെ ന്യൂനപക്ഷമായി നിന്നുകൊണ്ട് തന്നെ ന്യൂനപക്ഷത്തിന്റെ അവകാശം നിയമത്തിന്റെ വെളിച്ചത്തിൽ തന്നെ വാദിച്ച് നേടിയെടുക്കാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് സാധിക്കും. നാം ആരുടെയും മുമ്പിൽ അടിയറ വെച്ചു കൊടുക്കേണ്ടതില്ല, ഒരിക്കലും അങ്ങനെ വെച്ചു കൊടുക്കുന്ന പ്രശ്നവുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി നാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ എപ്പോഴും ഭയപ്പെടുക. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക. ചീത്ത പറയുന്നവരും തെറി പറയുന്നവരുമായ ശത്രുക്കൾ ഉണ്ടാകും. അല്ലാഹു തആല ഖുർആനിലൂടെ നമ്മെ അറിയിച്ചില്ലേ, وكذلك جعلنا لكل نبي عدوا شياطين الإنس والجن. എല്ലാ പ്രവാചകർക്കും എല്ലാ നബിമാർക്കും ശത്രുക്കളുണ്ട്. ആരാണ്? ഷയാത്തീനൽ ഇൻസി, മനുഷ്യരിൽപ്പെട്ട പിശാചുക്കൾ, വൽ ജിന്നി, ജിന്നിൽപ്പെട്ട പിശാചുക്കൾ. അങ്ങനെ മനുഷ്യരിലെ പിശാചുക്കളും ജിന്നിലുള്ള പിശാചുക്കളും ഇവിടെ ഉണ്ട്. യൂഹി ബഅ്ളുഹും ഇലാ ബഅ്ദിൻ, അവരിൽ ചിലർ മറ്റു ചിലരോട് മന്ത്രിച്ചു കൊടുക്കുകയാണ്. സുഖ്റുഫൽ ഖൗലി, അസത്യമായ വാക്കുകൾ, തെറ്റായ വാക്കുകൾ അവർ മന്ത്രിച്ചു കൊടുക്കുകയാണ്. ഗുറൂറൻ, വഞ്ചിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, വലൗ ഷാ അല്ലാഹു മാ ഫഅലൂഹു. അല്ലാഹു ഇവിടെ എല്ലാവരും ശത്രുതയില്ലാത്തവരാകണം
എന്നുദ്ദേശിച്ചിരുന്നുവെങ്കിൽ അത് നടക്കുമായിരുന്നു. പക്ഷേ അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് ഫദർഹും വമാഹും യഖ്തരിഫൂൻ, അവർ നുണ പറയട്ടെ, അവർ കളവ് പറയട്ടെ, അവരെ നിങ്ങൾ വിട്ടേക്കുക. അതിൻ്റെ കൂടെ പോയാൽ നിങ്ങൾക്കിവിടെ പ്രവർത്തിക്കാൻ സമയം കിട്ടുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. മാന്യ മുഅ്മിനുകളെ, അങ്ങനെ ഒരു ഭാഗത്ത് കളവ് പറയുന്നവരും ഒച്ചപ്പാടുണ്ടാക്കുന്നവരും ബഹളമുണ്ടാക്കുന്നവരും എല്ലാം, അതുപോലെ അഹങ്കാരത്തിന്റെ പേരിൽ ഗവൺമെന്റിനെ മറിച്ചിടുമെന്ന് പറയുന്നവർ, ഗവൺമെന്റിനെ കൊണ്ട് മാറ്റിയെഴുതിക്കുമെന്ന് പറയുന്നവർ, അങ്ങനെ കോടതിയെ തന്നെ തീർത്തുമെന്ന് പറയുന്നവർ, എങ്ങനെ അഹങ്കാരത്തിന്റെ ഒരുപാട് ആളുകൾ ഇവിടെ നാം കാണുന്നു, കേൾക്കുന്നു. അതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും ചിന്തിക്കാതെ സർവശക്തനായ അല്ലാഹുവിനെ ഭയപ്പെടുക. അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച നയം നാം സ്വീകരിക്കുക. അത് സമാധാനത്തിൻ്റെ നയമാണ്, സൗഹൃദത്തിൻ്റെ നയമാണ്. അതേ സമയത്ത് സത്യവിരുദ്ധമായ കാര്യം ആരെങ്കിലും ഇവിടെ പ്രഖ്യാപിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയും നമുക്കുണ്ട്. അതുകൊണ്ടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ അതിനെതിരായ എല്ലാ വാദങ്ങളും ഉന്നയിച്ച് ഇവിടെ നടത്തുമ്പോൾ നമ്മുണ്ടാതിരുന്നാൽ പറ്റുകയില്ല. സത്യസന്ധമായി വളരെ നീതിയോടെ മര്യാദയോടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം നാം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. തെറ്റാണെന്ന് പറഞ്ഞ ആ കാര്യം തെറ്റാണെന്ന് തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അത് ചീത്തയുടെ ഭാഷയിലല്ല, തെറിപ്പൂരങ്ങളിലൂടെയല്ല, നല്ല ഭാഷയിലൂടെ ആവണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ നിഷ്കാസനം ചെയ്യാൻ ഇവിടെ എക്കാലവും ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്ത് എന്ന സംഘടന വളരെ വളരെ അഗ്നിപരീക്ഷണങ്ങൾക്ക് വിധേയമായി മാത്രമാണ് ഇവിടെ ജീവിച്ചത്. ബഹുമാനപ്പെട്ട അൽ അഇമ്മത്തുൽ അർബഅ, 4 മദ്ഹബിന്റെ ഇമാമുകൾ അവർക്കെതിരെ ഭീഷണി മുഴക്കിയവരുണ്ടായിരുന്നു, അവരുടെ പേരിൽ ആരോപണം പറഞ്ഞവരുണ്ടായിരുന്നു. പക്ഷേ അവർ ഉറച്ചു നിന്നു. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഇവിടെ ശക്തിപ്പെടുത്തി. ബഹുമാനപ്പെട്ട ഔലിയാക്കൾ, അഖ്താബുകൾ, ഖുത്ബുൽ അഖ്താബ് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തന്റെ കിതാബുൽ ഗുന്യത്തി ലിതാലിബി തരീഖിൽ ഹഖ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഫഅലൽ മുഅ്മിനി ഇത്തിബാഉ അഹ്ലി സുന്നത്തി വൽ ജമാഅ. മുഅ്മിനീങ്ങൾക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മുറുകെ പിടിക്കൽ നിർബന്ധമാണ്. ഈമാൻ സലാമത്താകണമെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മുറുകെ പിടിക്കണം. അല്ലാത്ത കാലത്തോളം ഈമാൻ നിലനിൽക്കുകയില്ലെന്ന് ഔത്തുൽ അളമ പഠിപ്പിച്ചു, മുഴുവൻ ഔലിയാക്കളും പഠിപ്പിച്ചു, മുഴുവൻ സാലിഹീങ്ങളും പഠിപ്പിച്ചു, മുഴുവൻ പണ്ഡിതരും പഠിപ്പിച്ചു. അതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാരോട്, എൻ്റെ വിദ്യാർത്ഥികളോട്, എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മുറുകെ പിടിക്കുക. അതിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും ശരിക്ക് പഠിക്കുക, പഠിപ്പിക്കുക. മറ്റുള്ളവരെ തെറി പറയുന്നതിന് പകരം ന്യായമായ ഭാഷയിലൂടെ നാം എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്ത് ഇവിടെ നല്ല ഒരു ഭാവി ഇനിയും കെട്ടിപ്പടുക്കാൻ, ഇവിടെ നിലനിർത്താൻ നിങ്ങൾ ഉത്സാഹിക്കുക. പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മനുഷ്യന്റെ അറിവ് വളരെ പരിമിതമാണ്. ഈ പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് നമുക്കൊന്ന് അളന്നുകൂടാ. അതുകൊണ്ട് തന്നെയാണ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളോട് പിൻപറ്റുക, അവിടുന്ന് പഠിപ്പിച്ചത് സ്വീകരിക്കുക. യുക്തിക്ക് ഒത്താരും ഇല്ലെങ്കിലും അവിടുന്ന് പഠിപ്പിച്ചു തന്നത്, അവിടുന്ന് കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ചെറുപ്പക്കാരെ, സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു ശബ്ദം ഇവിടെ ഇനിയും വരട്ടെ. അതിനെതിരായി വരുന്ന എല്ലാ തിന്മകൾക്കുമെതിരെ യുദ്ധം ചെയ്യുന്ന, സമരം ചെയ്യുന്ന, നമ്മുടെ ശരീരത്തോട് സമരം ചെയ്യുന്ന, നമ്മുടെ പൈശാചികത്വത്തോട് സത്യം കൊണ്ട് സമരം ചെയ്യുന്ന ജനങ്ങളിലേക്ക് ഇനിയും ആളുകളെ കൂട്ടിക്കൊണ്ടുവരാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. കഴിഞ്ഞ നമ്മുടെ കേരള യാത്രയിൽ പ്രഖ്യാപിച്ചതാണ്, ഞാൻ തന്നെയാണ് പ്രഖ്യാപിച്ചത്. കേരള യാത്രയിൽ നമ്മുടെ മുഖ്യമന്ത്രി പ്രസംഗിച്ചു പോയിട്ട് ഉടനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഡിസിപ്ലിൻ ആണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് എന്ന്. അത് തന്നെ ഇന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഡിസിപ്ലിൻ അത് അത്ഭുതപ്പെടുത്തണമെങ്കിൽ അതിന് പാഠമുള്ളവരായിരിക്കണം. വെറും സിന്ദാബാദ് വിളിച്ച് നടന്നാൽ ഇത് കിട്ടുകയില്ല. ഈ അച്ചടക്കം ഉസ്താദുമാരിൽ നിന്ന് പഠിച്ച്, ഗുരുനാഥന്മാരിൽ നിന്ന് പഠിച്ച്, പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ച് വളർന്നിട്ടുള്ളവരാവണം. അതുകൊണ്ട് തന്നെയാണ് നമ്മളിൽ ഈ അച്ചടക്കമുള്ളത്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഒരു സമ്മേളനത്തിലും അച്ചടക്കരാഹിത്യമായി ഒന്നും കാണാൻ സാധ്യമല്ല. ഞാൻ ഒരു വെല്ലുവിളിയായി തന്നെ ചോദിക്കട്ടെ, ഈ 40 കൊല്ലത്തിനിടയിൽ ഇവിടെ ഭീകരവാദത്തിൻ്റെ പേരിലും അക്രമത്തിൻ്റെ പേരിലും കളവും ചൂഷണവും അഴിമതിയും നടത്തിയതിൻ്റെ പേരിലും പിടിക്കപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്ത ഏതാനും ചിലരൊക്കെ ഉണ്ടല്ലോ. ആ കൂട്ടത്തിൽ SSFന്റെ മെമ്പർഷിപ്പുള്ള ഒരൊറ്റക്കുട്ടിയെ കാണിച്ചു തരാൻ കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. എന്തുകൊണ്ട്? ആ നിലക്കാണ് നമ്മൾ SSFനെ വളർത്തുന്നത്, ആ നിലക്കാണ് SYSനെ വളർത്തുന്നത്. SYSന്റെ ഒരു മെമ്പറെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അത് ഇവിടുത്തെ പോലീസുകാരും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ അധികൃതരും എല്ലാവരും ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയും മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ പറയുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. ഒരാൾ വന്നിട്ട് വെള്ളിയാഴ്ച നമ്മൾ മഴയ്ക്ക് വേണ്ടി ദ്വാരക്കാൻ ഒരു ആഹ്വാനം ചെയ്യുക എന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സമ്മേളനം കഴിയട്ടെ, അല്ലാഹു തആലാനോട് ഏതായാലും മഴ വേണം, എന്നാലും ഈ സമ്മേളനം കഴിയുന്നവരെ മഴ നിർത്തിത്തരാനൊന്ന് നമ്മൾ ദ്വാരക്കുക. അത് ആഹ്വാനമൊന്നും വേണ്ട, നമ്മൾ ദ്വാരക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ദ്വാരുന്നു. അല്ലാഹു തആല ഇതുവരെയും നമുക്ക് നല്ല സൗകര്യം ചെയ്തു തന്നു. ഇനി നമുക്ക് മഴ വേണം. വേണ്ടേ? മഴ വേണം. അതിനാര് തരാൻ? അല്ലാഹു അല്ലാതെ ആരാണ് തരുന്നവൻ? ആരും തരാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെടുക്കൽ മഴയില്ലാത്ത സമയത്ത് സഹാബത്ത് വന്ന് പറയുന്നു, ഞങ്ങൾക്ക് മഴ വേണം, ഞങ്ങൾക്ക് മഴ വേണം. أتيناك والعذراء تدمي لبانها وقد شغلت أم الصبي عن الطفل وألقى بكفيه الصبي استكانة من الجوع خوفا ما يمر وما يحيي. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ സഹാബി പറയുന്നു, فليس لنا إلا إليك فرارنا وأين فرار الناس إلا إلى الرسل. ഞങ്ങളിത് മഴയില്ലാതെ വിഷമിച്ച് അവിടുത്തെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു നബിയേ. അവിടത്തോട് ഞങ്ങളിത് ആവശ്യപ്പെടുന്നു, ഞങ്ങൾക്ക് മഴ വേണം,
ഞങ്ങളെ ആവശ്യം പറയാൻ അല്ലാഹുവിന്റെ മുർസലായ നബിയെ തങ്ങളല്ലാതെ ആരാണുള്ളത്? അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ കൈ കൊണ്ടൊന്നിങ്ങനെ ആകാശത്തിലേക്ക് ചൂണ്ടി, അല്ലാഹുമ്മ സ്ഖിനൽ ഗൈസ വലാ തജ്അൽനാ മിനൽ ഖാനിതീൻ. ഞങ്ങൾക്ക് മഴ വേണമല്ലാ, ഞങ്ങളെ നിരാശപ്പെടുത്തരുത്. ഒറ്റ ദുആ ചെയ്തു. ആ കൈ ഇങ്ങനെ നീട്ടിയ സമയത്ത് ആകാശത്തിലൂടെ ഒരു ഓട്ട തന്നെ കാണാൻ സാധിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും നിങ്ങൾക്ക് മദീന മുനവ്വറയിൽ പോയി നോക്കിയാൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ശരീഫിന്റെ മുകളിൽ വെച്ചിട്ടുള്ള ആ പെട്ടി കൊണ്ട് കൂട്ടിയ ആ കൂട്ടിൽ ഒരു ഓട്ടയുണ്ട്. ആ ഓട്ടക്ക് നേരെ അൽ ഖുബ്ബത്തുൽ ഖദ്റാ, അവിടുത്തെ പച്ച കുബ്ബ, അതിന്റെ മുകളിലും ഒരു ഓട്ടയുണ്ട് കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബ് മഴ തേടിയപ്പോൾ അവിടുത്തെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ച ആ സമയത്തുണ്ടായ ഓട്ട, ദ്വാരം, അതിനെ സ്മരിച്ചുകൊണ്ട് ഇന്നും അതാ അൽ ഖുബ്ബത്തുൽ ഖദ്റാ, ആ പച്ച കുബ്ബയിൽ ആ ദ്വാരം വെച്ച് സ്വന്തം ഭവനവും സ്വന്തം വീടും സ്വന്തമായി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് മാധ്യമങ്ങളും നമ്മുടെ ക്യാമ്പസും നമ്മുടെ തൊഴിലിടവുമൊക്കെ നമ്മുടെ ആത്മീയ ബോധത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. നമ്മുടെ ഈമാനിനെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. നമ്മുടെ സംസ്കാരത്തെ കൊഞ്ഞനും കുത്തുന്ന സാഹചര്യമാണുള്ളത്. രാവുകളെ പകലാക്കി സമ്മേളനം കേരളത്തിൽ ഇതുവരെ ഒരു വിദ്യാർത്ഥിയും അതിന്റെ വളർച്ചയിൽ അസൂയപ്പെട്ട് ജീവിതത്തിൽ ഏറ്റവും വലിയ വൈക്കുന്നറ്റ ഉണ്ടാക്കുവാൻ നമുക്ക് സാധിച്ചു. സഹോദരന്മാരെ, അത് നിങ്ങളുടെ ആർജവമായിരുന്നു, നിങ്ങളുടെ ധൈര്യമായിരുന്നു, നിങ്ങളുടെ ത്യാഗമായിരുന്നു, നിങ്ങളുടെ സമർപ്പിത മനസ്സായിരുന്നു. ഒറ്റക്കാരും കൂടെ ഓർമ്മപ്പെടുത്തട്ടെ, ഈ നഗരിയിലേക്ക് ഉയർത്തുവാൻ കൊണ്ടുവന്ന 40 പതാകകൾ, അത് അതിന്റെ പിന്നിൽ അണിനിരക്കാത്ത ഒരൈക്യം അങ്ങും ഈ സദസ്സിലില്ല. അതൊരു സത്യമാണ്. 40ഉം 50ഉം കിലോമീറ്ററുകൾ നടക്കാൻ തയ്യാറായ ധൈര്യം കാണിച്ച മുന്നോട്ട് വന്നാല് ഇനിയുള്ള ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് കരുത്തു പകരാൻ ക്യാമ്പസുകളിലെ മലിനമാറ്റം ക്യാമ്പസുകളിൽ വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് കരുത്താവട്ടെ നിങ്ങളുടെ ഈ പ്രയാണം. സഹോദര, ജീവിതത്തില് നമ്മുടെ മുന്നിലേക്ക് സമ്പത്ത് കടന്നു വരുമ്പോ, അധികാരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ, സാത്വികരായി ആ പണത്തിന്റെയും അധികാരത്തിന്റെയും സ്വാധീനത്തിന്റെയും മുന്നിൽ വീണ് പോവാതെ ഒരു ധീരനായ വിശ്വാസിയായി മുസ്ലിമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് തീർച്ചയായും നിങ്ങളുടെ ഈ സമ്മേളന കാലയളവിലുള്ള നിങ്ങളുടെ ധീരമായ പ്രവർത്തനങ്ങൾ കരുത്താകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അതിന് തയ്യാറായ നിങ്ങളുടെ മനസ്സിന്റെ കരുത്ത്, അത് നമ്മുടെ സക്കറാത്തിന്റെ സമയത്ത് അല്ലാഹുവിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിക്കുന്നതിന് നമുക്ക് പിൻബലമേകുന്ന കരുത്താക്കി അല്ലാഹു മാറ്റി തരുമാറാവട്ടെ. സഹോദരന്മാരെ, വിചാരണ റബ്ബിന്റെ മുന്നിലുള്ളപ്പോൾ ആ വിചാരണ എളുപ്പമാകുന്നതിനുള്ള കരുത്തായത് മാറട്ടെ. സിറാത്ത് പാലം, നരകത്തിന്റെ മുകളിലുള്ള സിറാത്ത് പാലത്തിന്റെ മുകളിൽ പാപങ്ങളെ കൊണ്ട് ആരിയുടെ നമ്മുടെ മുന്നിലുള്ള കാലഘട്ടം സേവനത്തിന്റെയും ആദർശ പ്രബോധനത്തിന്റെയും പുതിയ സമരമുഖത്തേക്കുള്ള ആവേശത്തോടെ കടന്നു പോകാനുള്ള ധൈര്യവും കരുത്തും ഈ സമ്മേളനം കൊണ്ട് നമുക്ക് ലഭിക്കും. അതിനെ നമ്മുടെ ഈ സംഘടനയ്ക്ക് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി ധീരമായി പോരാടിയ പൂർവ്വകാല നേതാക്കളുടെ ആഗ്രഹം അല്ലാഹു വെളിച്ചമാക്കട്ടെ എന്ന് ദുആ ചെയ്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കി ദുആ ചെയ്തപ്പോൾ പെട്ടെന്ന് മഴ പെയ്തു എന്നത് സാധിക്കുക ഉദയാന്തർഭാഗത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചിട്ടുള്ള ആശിഖീങ്ങൾ കാണും. വിദേശ രാജ്യങ്ങളിൽ ഒരു സ്ഥലത്ത് ബന്ധനസ്ഥനാക്കപ്പെട്ടപ്പോൾ അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന്റെ തെളിവുകൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഗ്രന്ഥം രചിക്കാൻ നേർച്ച ചെയ്ത് ആ ജയിലറയിൽ നിന്ന് ഇറങ്ങിയ മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ ഈ സമ്മേളന നഗരിയിലേക്ക് വന്നത്
വലിയ വലിയ മഹാന്മാരായ രാഷ്ട്ര നേതാക്കൾ സ്വീകരണം കൊടുത്തതിന് ശേഷമാണ്. അത് നമ്മുടെ ഈ രാജ്യത്തല്ല, രാജ്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അങ്ങനെ ഇവിടെ വന്നപ്പോൾ അൽഹംദുലില്ലാഹി സമുദ്രത്തിൽ ഒരു വലിയ ജനസാഗരത്തിലുള്ള ഒരു കപ്പൽ, ആ കപ്പൽ സാധുക്കളുടെ കപ്പലാണ്. സാധുക്കളായ ആളുകളുടെ കപ്പലായതുകൊണ്ട് തന്നെ ആ കപ്പലിന് കേടുവരരുത് എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ പോകുന്ന ഖദർ അലൈഹി ഇസ്ലാമിന് നിർബന്ധമാണ്. സ്വതന്ത്രമായി കടലിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന കപ്പലുകളെല്ലാം പിടിച്ചെടുക്കുന്ന ചില മലിക്ക് എന്ന് പറഞ്ഞാൽ അധികാരമുള്ളവരുണ്ട്. ആരുടെ ബറക്കത്ത് കൊണ്ട് കേടില്ലാതെ തന്നെ ഇത് ചലിച്ചുകൊണ്ടേയിരിക്കും. ഈ കപ്പൽ ഒരു കക്ഷിക്കും പിടിച്ചെടുക്കാനും കഴിയില്ല. കാരണം അതിന് സംരക്ഷണം നൽകുന്നവർ അല്ലാഹുവിന്റെ ജുനൂദാണ്. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർളി വകാന അല്ലാഹു അസീസൻ ഹകീമ. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർളി വകാന അല്ലാഹു അലീമൻ ഹകീമ. കൊടിയേന്തി വെയിലും മഴയും ഒരുപോലെ അതാ റോട്ടിന്റെ മേലെ നിന്ന് അനുഭവിച്ച് പ്രവർത്തിച്ച പ്രവർത്തകരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ വമൻ ജാഹദഹും ബിഖൽബി ലിസാനിഹി ഫഹുവ മുഅ്മിൻ വമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബത്തുൽ ഖർദൽ. ഇത് പേരോടുണ്ടാക്കിയ ഹദീസല്ല, ഖലീൽ തങ്ങൾ ഉണ്ടാക്കിയ ഹദീസല്ല, കാന്തപുരം ഉസ്താദ് ഉണ്ടാക്കിയ ഹദീസല്ല. ഈ മഹാന്മാരായ നമ്മുടെ നേതാക്കളായ പണ്ഡിതന്മാർ, താജുൽ ഉലമ അടക്കം അല്ലാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ആ പണ്ഡിതന്മാരൊക്കെ ജനിക്കുന്നതിന്റെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു എഴുതി വെച്ച ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്, ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ. ഇസ്ലാമിന്റെ നിയമങ്ങളും കർമ്മങ്ങളും വിശ്വാസങ്ങളും മാറ്റം വരുത്തുന്ന ഈ പുത്തൻവാദികൾക്കെതിരെ സമരം ചെയ്യുന്നവരാരോ അവരെ കൈകൊണ്ട് സമരം വേണം. നിങ്ങൾ ഈ കൊടികൾ ഉയർത്തിപ്പിടിച്ചത് കൈകൊണ്ടുള്ള സമരമാണ്. നിങ്ങൾ ബുള്ളറ്റിനെഴുതിയത് കൈകൊണ്ടുള്ള സമരമാണ്. നിങ്ങൾ റിസാല കയ്യിലേന്തിയത് കൈകൊണ്ടുള്ള സമരമാണ്. സുന്നി വോയിസ് പ്രചരിപ്പിച്ചത് കൈകൊണ്ടുള്ള സമരമാണ്. അതിൽ നിങ്ങളുടെ തൂലികകൾ ചലിച്ചതും പുസ്തകങ്ങൾ എഴുതിയതും അതുപോലെ ധനാഢ്യന്മാർ അവരെ സമ്പത്തിൽ നിന്ന് കൊടുത്തതും അതുപോലെ നിങ്ങൾ മുഷ്ടി ചുരുട്ടി അതാ ധാർമ്മിക വിപ്ലവം സിന്ദാബാദ് എന്ന് കൈയുയർത്തിയതുമെല്ലാം കൈകൊണ്ടുള്ള സമരമാണ്. അങ്ങനെ കൈകൊണ്ട് സമരം ചെയ്തവൻ ഒരു മുഅ്മിനാണ്. വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ. ഈ കക്ഷികൾക്കെതിരെ നാവനക്കി ശബ്ദിച്ച് പ്രസംഗിച്ചവരും കണ്ണന പ്രസംഗം നടത്തിയവരും സംവാദം നടത്തിയവരും മുഖാമുഖം നടത്തിയവരും അവരെല്ലാം ചെയ്ത സേവനങ്ങൾ, ആ സേവനങ്ങളെ കുറിച്ച് നബി തങ്ങൾ സൂചിപ്പിക്കുന്നു. വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ. നാവ് കൊണ്ടവരോട് സമരം ചെയ്തവനൊരു മുഅ്മിനാണ്. വമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ. എഴുതാൻ അറിയില്ല, കഴിയില്ല, പ്രസംഗിക്കാൻ കഴിവില്ല, അറിവില്ല, പക്ഷേ മനസ്സുകൊണ്ട് അവരെ വെറുത്തു, മനസ്സുകൊണ്ട് അവരെ മാറ്റി നിർത്തി. അങ്ങനെ മനസ്സുകൊണ്ട് സമരം ചെയ്തവനും ഒരു മുഅ്മിനാണ്. ഈ മൂന്ന് രംഗത്തുമുള്ള സമരരംഗത്തില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബത്തു ഖർദൽ. ഇതിന്റെ പിന്നിൽ ഈ മൂന്ന് രംഗത്തുമില്ലാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ അവരേത് പേര് പറഞ്ഞാലും ശരി, വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബത്തു ഖർദൽ. ഒരു കടുമണി തൂക്കം ഈമാൻ ഈ മൂന്ന് നിലക്കുള്ള സമരരംഗത്ത് ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ ഒരു കടുമണി തൂക്കം ഈമാനില്ലെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ ചാബല്യങ്ങളിൽ നിന്ന് ശരീരത്തെ മോചിപ്പിക്കുന്ന സമരം,
അതുപോലെ ജനങ്ങളെ പിഴപ്പിക്കുന്ന من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس എന്ന് ഖുർആൻ പറഞ്ഞ ജനങ്ങൾക്കിടയിൽ സംശയങ്ങൾ ഉണ്ടാക്കി മുസ്ലിം ഉമ്മത്തിന്റെ കെട്ടുറപ്പിനെ നശിപ്പിക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം തകർക്കുന്ന പുത്തനാശയക്കാർക്കെതിരെ തിന്മക്കെതിരെയുള്ള സമരം. ആ സമരരംഗത്ത് 40 വർഷം ഒരിക്കലും ഒരു തീയിലും ചൂളിപ്പോകാതെ ഒരു വെയിലിലും ആളിപ്പോകാതെ നമുക്കെല്ലാവർക്കും അറിയാം, 100 പ്രശ്നങ്ങൾ വന്നപ്പോൾ നെഞ്ഞൂക്കോടെ നെഞ്ഞി വിരിച്ച് സമരം ചെയ്തവരാണ് SSFന്റെ പ്രവർത്തകന്മാർ. ഇവിടെ ഈ കേരളത്തിൽ സുന്നികൾ തന്നെയായിരുന്നു. പക്ഷേ ആ സുന്നികളെ വഞ്ചിച്ചു. സുന്നികൾ തന്നെ 99% സുന്നികൾ എന്ന് പറയാം. അക്കാലഘട്ടത്തിൽ നമ്മുടെ സർക്കാരുകൾ ഇവിടെ ശമ്പളം കൊടുത്ത് പഠിപ്പിച്ച പുസ്തകങ്ങളിൽ മുജാഹിദാശയം പൂർണ്ണമായി ഇവിടെ സർക്കാരിന്റെ ചെലവിൽ പഠിപ്പിച്ചു. നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതിനെതിരെ നെഞ്ഞി വിരിച്ച് സമരരംഗത്ത് SSF വന്നു. അൽഹംദുലില്ലാഹ്, ആ സമരരംഗത്ത് SSF വിജയിച്ചു. ആ പുസ്തകങ്ങളിലുള്ള മുഴുവൻ പുത്തനാശയങ്ങളും പിഴുതുമാറ്റാൻ SSFനെ കൊണ്ട് സാധിച്ചു. ഇത് നമ്മുടെ ചരിത്രമാണ്. അതിന് നമുക്ക് SYS പിന്തുണ നൽകി. മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമുക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പിന്തുണ നൽകി. അൽഹംദുലില്ലാഹ്, നമ്മുടെ സമരം നമ്മൾ വിജയിപ്പിച്ചു. അങ്ങനെ ഓരോ രംഗത്തും നമ്മൾ ചെയ്ത സമരം. പരാഗിനെതിരെ എത്രയാണ് നമ്മൾ പ്രസംഗിച്ചത്, എത്രയാണ് പ്രവർത്തിച്ചത്. പിന്നീട് സർക്കാർ തന്നെ അതിൽ ഇടപെട്ടു. അതിവിടെ പാടില്ല എന്ന് പറഞ്ഞു. SSFന്റെ സമരരംഗത്ത് നമ്മൾ വിജയിച്ചു. എവിടെയും നമ്മൾ രക്തം ചിന്തിയിട്ടില്ല. ഞാനിപ്പോഴും ഓർക്കുന്നു SSFന്റെ പ്രവർത്തകനായ അബ്ദുൽ ഖാദിറിനെ. അദ്ദേഹത്തിന്റെ തലയിൽ ആണിയടിച്ചേറ്റി കൊന്നവരുണ്ട്. പക്ഷേ അവരാരാണെന്ന് തെരഞ്ഞു നോക്കി പകരം കൊല്ലാൻ നമ്മൾ ഇറങ്ങിയിട്ടില്ല. കാരണം ഒരിക്കലും നമ്മൾ നിയമം കയ്യിലെടുക്കുകയില്ല. കാരണം സുന്നത്ത് ജമാഅത്തിന്റെ ഫത്ഹുൽ മുഈനിൽ പറഞ്ഞത് അങ്ങനെയാണ്. വ്യവസ്ഥാപിതമായ ഭരണം നടക്കുന്ന സ്ഥലത്ത് നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ല. അത് കോടതിയും നിയമപാലകരും ചെയ്യേണ്ടതാണ്. അതിന് നമുക്ക് കേസ് പറയാം, അപരാധി പറയാം. നമ്മൾ ഒരിക്കലും നിയമം കയ്യിലെടുക്കാനില്ല. നിയമം കയ്യിലെടുക്കുന്നതാണ് വാസ്തവത്തിൽ തീവ്രവാദം. ആ തീവ്രവാദത്തിനെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദിച്ചത് നമ്മുടെ സംഘടനകളാണ്. SYS ആണ്, SSF ആണ്, നമ്മുടെ പണ്ഡിത സഭയാണ്. അതുകൊണ്ട് തന്നെ അതേ രംഗത്ത് തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ആശയരംഗത്തും ആത്മീയ രംഗത്തും നമ്മുടെ സമരവുമായി നമ്മൾ മുന്നേറണമെന്ന് എന്റെ കൂട്ടുകാരോടുണർത്തി. അതിന് ഈ രാജ്യത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ജാതി മതഭേദമന്യേ, അതിന്റെ പുറമെ ഈ രാജ്യം ഭരിക്കുന്നവർ അതേത് ഭാഗത്തായിരുന്നാലും ഞങ്ങളുടെ സ്വഭാവം നിസ്കാരത്തിനു വേണ്ടി ബാങ്ക് വിളിക്കുമ്പോൾ വലത്തോട്ട് നോക്കി ഹയ്യാല സ്വലാഹ് എന്ന് 2 പ്രാവശ്യം പറയും. ഇടത്തോട്ട് നോക്കി ഹയ്യാലൽ ഫലാഹ് 2 പ്രാവശ്യം പറയും. ഇടത്തും വലത്തും ഞങ്ങൾക്ക് തുല്യമാണെന്ന സാരം. ആ രൂപത്തിൽ നമ്മുടെ ആദർശത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും നമ്മൾ ആ സമയത്തെല്ലാം വലത്തോട്ട് നോക്കി ഹയ്യാല സ്വലാഹ് പറയുമ്പോഴും ഇടത്തോട്ട് നോക്കി ഹയ്യാലൽ ഫലാഹ് പറയുമ്പോഴും ബാങ്ക് കൊടുക്കുന്നവന്റെ നെഞ്ഞൊരു ഭാഗത്തേക്കും തിരിയുകയില്ല, മുഖം മാത്രമേ തിരിയുകയുള്ളൂ. ആ രൂപത്തിൽ നമ്മൾ നമ്മുടെ നെഞ്ഞു തിരിക്കാതെ ഖിബിലക്ക് തിരിച്ച അതേ തിരിക്കൽ അല്ലാഹുവിലേക്ക് മുഖം തിരിച്ചുകൊണ്ട് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ السماوات والأرض ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ. മഹാനായ സയ്യിദുനാ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ അക്രമിയായ ഭരണാധികാരിയുടെ മുന്നിൽ വെച്ച് കൊല ചെയ്യപ്പെടാൻ പോകുന്ന സമയത്ത് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ السماوات والأرض എന്ന് മഹാനവറുകൾ ചൊല്ലിയപ്പോൾ, ഖിബിലക്ക് തിരിഞ്ഞു ചൊല്ലിയപ്പോൾ മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ അതാ നെഞ്ഞു പിടിച്ച് ഖിബലയിൽ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പിടിച്ചു തിരിക്കാൻ അധികാര കസേരയിലിരിക്കുന്ന കക്ഷികൾ ശ്രമിച്ചപ്പോൾ ആ സമയത്ത് മഹാനവറുകൾ ഐനമാ തുവല്ലൂ ഫതമ്മ വജ്ഹുല്ലാഹ്, മനസ്സിലേക്കാണ് റബ്ബിന്റെ നോട്ടം, എങ്ങോട്ട് തിരിഞ്ഞാലും റബ്ബിന്റെ പൊരുത്തമുണ്ടെന്നർത്ഥം വരുന്ന ആയത്തോതി മനക്കരുത്തോടെ നിന്ന്
ആ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ മുമ്പിൽ സധൈര്യം ദീന് പ്രഖ്യാപിക്കുകയും ദീനിന്റെ കാര്യങ്ങൾ അതിൽ നിന്നൊരൽപ്പം പിന്നോട്ട് പോകാതെ നിലനിൽക്കുകയും ചെയ്ത സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഇന്നും മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിൽ ജീവിക്കുന്നു. ഹജ്ജാജ് ഇബ്നു യൂസുഫിന് ആ സ്ഥാനം കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ചുറുചുറുക്കുള്ള പ്രവർത്തകരെ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്നത വലമ്മാ യൽതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുൽ ബഅ്സാഉ വദ്ദറാഉ വസുൽസിലു ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്.